ശരിക്കും നമ്മളെപ്പോലുള്ള ജനറേഷൻ ചേട്ടനെ ഓർത്തിരിക്കുന്നത് ആ ഒരൊറ്റ സീനിലൂടെയാ. കൊച്ചി രാജാവ് എന്ന് പറയുന്ന സിനിമയിലെ മകനെ എന്ന് വിളിക്കുന്ന ആ ഒരു മകനെ. Thank you very much. Thank you. God bless you all. My beautiful boys. Don't worry, girls are so beautiful. ജനറേഷൻ മാറും തോറും ചേട്ടന്റെ സിനിമകൾ കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിൽ കാണാനില്ലാതെ ഒരവസ്ഥ വരുന്നുണ്ട്. അതിന്റെ ഒരു ഇതെങ്ങനെയായിരുന്നു? എൻ്റെ ക്യാമറയാനാണ് മങ്കട, ലോകപ്രശസ്തനായ മങ്കട. ഇതിലെല്ലാത്തിനും ഉപരി ബോവാൾ അടൂർ സാറിൻ്റെ പടത്തിൽ അദ്ദേഹം വിളിച്ചപ്പോൾ പറഞ്ഞ് ഡയലോഗ്സ് ഒന്നും ഉണ്ടാകില്ല, എൻ്റെ പടമാണ്, വേണ്ട സാർ, സാറിൻ്റെ ആ പ്രസൻസിലൊന്ന് നിൽക്കാനൊരു ഭാഗ്യമുണ്ടായിരുന്നു. ചിലരെയൊക്കെ വിളിക്കുമ്പോൾ പറയും നിങ്ങൾക്ക് പറ്റിയ വേഷമില്ല. അങ്ങനെ പറഞ്ഞ ഒരു ഡയറക്ടറോട് ഞാൻ ചോദിക്കാവുന്നതുകൊണ്ടാണ് ചോദിച്ചത്, അല്ലെങ്കിൽ അവർ ഗെറ്റ് ഔട്ട് അടിക്കും. അപ്പോൾ അതുകൊണ്ട് അന്ന് ഇതൊക്കെ വേഷം തരായിരുന്നപ്പോൾ എൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. പലരും വേഷം ചോദിച്ചു തന്നപ്പോൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ അഭിനയിക്കാത്ത കുറവുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ കത്തയക്കുമായിരുന്നു അന്ന് ഞാൻ. പ്രേം നസീർ സാർ മാത്രം എനിക്ക് മറുപടി തന്നു. അദ്ദേഹം തന്ന മറുപടി എന്നെ അങ്ങ് അകത്തേക്ക് വിളിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞ് ആ പാൻ്റെല്ലാം ഒരുക്കി അടിപ്പാവാട കൊടുക്കാൻ. അപ്പോൾ ഇയാൾ വന്ന് എൻ്റെ മുടിക്ക് പിടിച്ച്, അതിന് നേരം മുടിക്ക് പിടിച്ചപ്പോൾ മുടി എടാ വിട്ടോ എന്ന് പറഞ്ഞു. നിന്നടാ അവിടെ തിരട്ട പയലേ എന്ന് പറഞ്ഞിട്ട് കൂടെ ഓടി പോയപ്പോൾ അടിപ്പാവടയാണ്. ചേട്ടന്റെ കണ്ണ് നിറയുന്നത് കണ്ടാൽ അറിയാം അവരെത്രത്തോളം ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ടെന്ന്. എല്ലാവർക്കും നമസ്കാരം. സെല്ലോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അമിന സലീം. മലയാള സിനിമയിലെ ഒരു നാഴികക്കല്ല്, ശരിക്കും ഒരു കാലത്ത് മലയാള സിനിമ അടക്കി വാഴുന്നവരിൽ ഒരാളാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നെക്കാട് രാജൻ ചേട്ടൻ. രാജൻ ചേട്ടാ സ്വാഗതം. ചേട്ടാ, കാലഘട്ടങ്ങൾ എത്രയൊക്കെ കഴിഞ്ഞാലും രാജൻ ചേട്ടന്റെ തട്ട് താണു തന്നെ ഇരിക്കുമല്ലേ? അതെ, തീർച്ചയായിട്ടും എപ്പോഴും അങ്ങനെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് നിലനിർത്തി പോകുന്നുണ്ട്. അതെ, അതുകൊണ്ടാണ് ഇങ്ങനെ നിലനിന്ന് പോണത്. ശരിക്കും നമ്മളെപ്പോലുള്ള ജനറേഷൻ ചേട്ടനെ ഓർത്തിരിക്കുന്നത് ആ ഒരൊറ്റ സീനിലൂടെയാ. കൊച്ചി രാജാവ് എന്ന് പറയുന്ന സിനിമയിലെ മകനെ എന്ന് വിളിക്കുന്ന ആ ഒരു സീൻ. അതെങ്ങനെയാണ് ആ ഒരു റോളിലേക്ക് എത്തുന്നത്? ഇത് ഇന്നലെ നമ്മുടെ ആൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷനിലും എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. ഇതേപോലെ അവർ പറയുകയുണ്ടായി. എനിക്കറിയില്ല, ഇറ്റ് ഈസ് ഗാഡ് ഗിഫ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു വേഷമാണ്, എന്താ ചെയ്തുകൂടെ എന്ന് വെച്ചു. വേഷം ഏത് വേണോ ചെയ്യാം, എങ്ങനെ വേണോ ചെയ്യാം, നമുക്ക് വേഷം തരണം. അതിപ്പോൾ ഡയലോഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. ഡയലോഗ് ഇല്ലെങ്കിലും ചെയ്യും, വേഷം ചെയ്യും. നമ്മൾ എങ്ങനെ ചെയ്തു എന്നാണ് കാണിക്കേണ്ടത്, അതാണ്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് വേഷം തന്നത് രാജസേന സാറാണ്, കൊട്ടാരം വീട്ടിലെ പൊട്ടാണ്. അപ്പോൾ അതിൽ വിളിച്ചപ്പോഴേ പറഞ്ഞു, ഫസ്റ്റിൽ പറഞ്ഞു ആദ്യമായിട്ടാണ് ഡയലോഗൊന്നും ഉണ്ടാവില്ല ഞങ്ങളുടെ, എന്താ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. വേണ്ട, ഞാൻ വരാം. അപ്പോൾ ഈ ജയറാം ഒരു പിന്നെ ഈ പ്രമാണങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടിയും കൊണ്ട് പുറത്തേക്ക് ശ്രമിക്കുന്നൊരു സീനുണ്ടത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആളുകൾ ഫ്രണ്ടിൽ നിന്ന് അയാളെ പ്രൊട്ടസ്റ്റ് ചെയ്യണം, തടയുകയാണ്. അപ്പം ഞാൻ ചെന്നുകൊണ്ട് ഈ വേഷം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കോസ്റ്റ്യൂമറടുത്ത് പറഞ്ഞു, ഒരു ചുവന്ന ടവൽ എനിക്ക് വരുമോയെന്ന് ചോദിച്ചു. എന്തിനാ? തന്നേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ തുടക്കക്കാരാകുമ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റും, ആ റിക്വസ്റ്റൊക്കെ ചെയ്യണം. അവിടെ അവരൊക്കെയാണ് സൂപ്പർ. അങ്ങനെ അയാളൊരു ടവൽ തന്നു. ഞാനിത് നേരെ അങ്ങ് തലയിൽ കെട്ടി. അപ്പോൾ ഒരുപാട് പേര് നിൽക്കുകയാണ്. എൻ്റെ അല്ലേ ഡിഫറൻ്റ് ആയപ്പോഴേ എൻ്റെ ഫേസ്. അപ്പോൾ ഇവിടുന്ന് ജയറാം ഇങ്ങനെ വരുമ്പോഴത്തേക്കും വിടാൻ പറ്റില്ല, എല്ലാവരും ഇങ്ങനെ തടയുകയാണ്, ഇങ്ങനെ തടയുന്നത്. അപ്പോൾ ആദ്യത്തെ ഷോട്ട് ബാക്കിൽ വെച്ചിട്ട് ജയറാം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നമ്മളെ ബാക്ക് ഷോട്ടാണ്. അത് നമ്മുടെ ക്ലോസ് ഷോട്ടിൽ അടുത്തത് എടുക്കുമ്പോൾ ഇവിടെ നിന്നിട്ട് എല്ലാവരും ഇങ്ങനെ ശരി ആക്ഷൻ പറഞ്ഞു, ക്യാമറ അവിടെ ആക്ഷൻ പറഞ്ഞു കണ്ടിട്ട് ഒരു ഇങ്ങനെ പോളാന്ന് പറഞ്ഞാൽ ഈ തലയെ കെട്ടി ഇങ്ങനെ അഴിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു. സീനൊക്കെ കട്ട് ചെയ്ത് സേന സാർ എല്ലാ ആളുകളെയും വിളിച്ചു, മോണിറ്ററിൽ നോക്കാൻ പറഞ്ഞു. ഇപ്പം ഇതിലാരും ശ്രദ്ധിക്കപ്പെടും, ഡയലോഗൊന്നുമില്ല, എല്ലാവരും അത് തന്നെ. അപ്പോൾ അത് അന്നേരം എനിക്ക് തോന്നിയ ഒരു ഐഡിയയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡയലോഗ് അല്ല പ്രശ്നം, നമ്മൾ എന്ത് ചെയ്തു, അതാണ് നമ്മൾ ആർട്ടിസ്റ്റുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യം. നമുക്കിപ്പോൾ ചില ആളുകൾക്ക് തോന്നിയ ഡയലോഗുണ്ടോ, എത്ര സീനുണ്ട് എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചോദിക്കാറില്ല. വിളിക്കും, പോകും,
പിന്നെ എന്താണ് വേഷം ഇതാണ്. ഞാൻ പറയുന്നത് ഇത്രേ പറയുള്ളൂ. ഞാൻ വരാം, വിളിച്ചതിൽ വളരെ സന്തോഷം. വന്ന് ഞാൻ പറയുന്ന വേഷം ചെയ്യാം. അത് ശരിയായില്ലെങ്കിൽ പറഞ്ഞു വിട്ടേക്കണം. വണ്ടിക്കൂലിക്കുള്ള പൈസയും കൊണ്ടാണ് പോകുന്നത്. പക്ഷേ എന്നെ കൊണ്ട് വേഷം ചെയ്യിച്ചാൽ ഇത്ര രൂപ എനിക്ക് തരണം. അതാണ് എൻ്റെ കമൻറ്റ്. അത് ദൈവാനുഗ്രഹം കൊണ്ട് ഇന്നലെ വരെയും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്തത് ശ്രീ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു സിനിമ. ഇവിടെ മടത്തറയായിരുന്നു ഷൂട്ടിങ്. അങ്ങനെ ഒരു ഐഡിയ പെട്ടെന്ന് വന്നുകൊണ്ടാണ് എനിക്ക് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ കൊച്ചി രാജാവിൽ ഇതാണ് വേഷം എന്ന് പറയും. ഇന്ദ്രൻസിൻ്റെ ക്യാൻറ്റീനിൽ ആ മുട്ട ആദ്യത്തെ ഷോട്ട്. അപ്പോൾ അത് മകനേ തങ്ക മകനേ മിൽക്കങ്കട. അപ്പോൾ ഇതാണ് സീന്. കുറച്ചേ ഉള്ളു. അപ്പോൾ ആദ്യം എൻ്റെ ഹെയറാണ് കാണിക്കുന്നത്. ശരിക്കും ഒന്ന് കുറച്ചുകൂടെ മുടിയുണ്ടാകും. തിരിഞ്ഞിരിക്കുന്ന ഭാവം. ആ തിരിഞ്ഞതിനെ നോക്കുന്ന ഒരു സീനുണ്ട്. കാണുക ഒരു ചിരിയും അല്ലാത്ത ഒരു ചിരിയും ചിരിക്കും. അപ്പോൾ ഈ ആദ്യത്തെ ഷോട്ട് എന്തോ ക്യാമറ ഫോൾട്ടോ എന്തോ വന്നത് കട്ട് ചെയ്തു. ഒന്നുകൂടെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴോ താറാമുട്ടയൊക്കെ അവിച്ച് വെച്ചിരിക്കുകയാണ്. ശരിക്കും ഓരോ ഷോട്ടും മാറിയണം. 2-3 പർപ്പസായിട്ട് ഞാൻ കുഴപ്പി. അപ്പോഴൊക്കെ മുട്ട മാറ്റിക്കോട് മുട്ട തന്നു അല്ല, ഓരോ ഷോട്ടിനും കറക്റ്റ് ഇത് വേണ്ടേ. അങ്ങനെ അത് ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ദിലീപ് അവരെല്ലാം ഹരിശ്രീ അശോകൻ അവരൊക്കെ അഭിനന്ദിച്ചു. അങ്ങനെ ഒരു ദൈവാനുഗ്രഹം ഉണ്ട്. അത് ഇന്നും ചെല്ലുന്നാലത്ത് പലരും പറയുന്നുണ്ട്. അത് എനിക്കൊരു അനുഗ്രഹമായി. അത് എല്ലാവരും അപ്രിസിയേറ്റ് ചെയ്തുകൊണ്ടാണ്, എൻ്റെ കഴിവല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ചെയ്യാൻ എനിക്ക് അവസരം തന്ന ഡയറക്ടർ, അദ്ദേഹത്തെ ഞാൻ നന്ദിയോടെ ഞാൻ ഓർമ്മിക്കുകയാണ്, രാജസേനൻ സാർ. നമ്മളുള്ള ഈ ഒരു ജനറേഷൻ ചേട്ടനെ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ ചേട്ടനെ അറിയാവുന്നത് ആ ഒരു സീനിലൂടെ മാത്രമായിരിക്കും. തീർച്ചയായിട്ടും. മുമ്പത്തെ സിനിമയൊന്നും ഇപ്പൊ ഇക്കാലത്ത് കുട്ടികൾക്ക് അറിയാനോ അല്ലെങ്കിൽ കാണാനോ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇല്ല തീർച്ചയായും. ചേട്ടൻ പറഞ്ഞുള്ള ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു വന്ന്, ഡയലോഗുകളില്ലാത്ത വേഷങ്ങൾ ചെയ്തു വന്നാണ് ഈ ഒരു ലെവൽ വരെ എത്തി നിൽക്കുന്നത്. അതെ, ഡയലോഗ് വന്നു. അതുപോലെ തന്നെ കായംകുളങ്ങ് ചുണ്ണിയിൽ ശ്രീലങ്കയിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടായി. അതിലൊരു മൂപ്പൻ്റെ വേഷമായിരുന്നു. അതും ഒന്നില്ലേ അവർ ചോദിച്ചു. അപ്പോൾ ഈ മൂപ്പൻ്റെ വേഷം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ ചെന്ന് പാൻറ്റും ഷർട്ടും ഒരു തോർത്ത് കൊടുത്ത് മുടിയൊന്ന് കെട്ടിയിട്ടപ്പം മൂപ്പനായി. മേക്കപ്പ് ചെയ്യേണ്ടി വന്നില്ല. ലുക്ക് അതിനോട് യോജിച്ചതായിരുന്നു. അങ്ങനെയാണ് അത് ആ വേഷം ചെയ്തത്. അതുപോലെ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു വേഷം ചെയ്തിരുന്നു. അത് ഞാൻ അദ്ദേഹം പിന്നെ പ്രസിഡൻ്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നൊരു പടം ഇങ്ങനെ വന്നു, പത്രത്തിൽ വന്നു, മാതൃഭൂമിയിൽ വന്നു. അപ്പോൾ എൻ്റെ ഓഫീസിൽ ഓമനക്കുട്ടൻ സാർ എന്ന് പറയുന്ന നമ്മുടെ സീനിയർ ഡ്രാഫ്റ്റ്സ്മാൻ, അദ്ദേഹം എൻ്റെ ഈ പേപ്പറിൽ തന്നെ എൻ്റെ ഹെയർ സ്റ്റൈൽ വരച്ച് നോക്കി. എന്നിട്ട് വിളിച്ച് ഞെക്കാടെ ദൈവം നോക്കി ഇപ്പോൾ ആരക്കണക്കിരിക്കുന്നത് സെയിം ലൈക്ക്നെസ്, ഒരേപോലെ തന്നെ കലാമിൻ്റെ ലൈക്ക്നെസ്. എന്നിട്ട് അത് എൻ്റെ ഫോട്ടോ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈൽ വരച്ചു. അപ്പോൾ ഇങ്ങനെയായി. പിന്നെ മാത്രമല്ല എല്ലാവരും പറയുന്ന കുറച്ച് റിസംബ്ലൻസ് ഉണ്ടെന്നാണ് പറയുന്നത് കലാമിൻ്റെ. അങ്ങനെ ദൂരദർശനിൽ എന്നെയും നമ്മുടെ ഗായത്രിയാണെന്ന് തോന്നുന്നു അതിന് ഇൻ്റർവ്യൂ ചെയ്തു ശശി സാറ്. അങ്ങനെ ഇതിൻ്റെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞ് എറണാകുളത്ത് ഒരു ഇൻ്റർവ്യൂ നടക്കുന്നു, ഞക്കടെ ഒന്ന് പോകാൻ, നമുക്ക് മിക്കവാറും നിങ്ങളെ സെലക്ട് ചെയ്യും. അത് ജോർജ് കുളങ്ങര സാറാണ്, സന്തോഷ് ജോർജ് കുളങ്ങര സാറാണ് പടം ഡയറക്റ്റ് ചെയ്യുന്നത്. പടത്തിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചന്ദ്രയാൻ, ഇംഗ്ലീഷ് ഫിലിമാണ്. വന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അവിടെ ചെന്നപ്പോൾ കണ്ടമാനം ആൾക്കാർ നിൽക്കുകയാണ്, ആർട്ടിസ്റ്റുകൾ, നല്ല നല്ല ആർട്ടിസ്റ്റുകൾ. അപ്പം നമുക്ക് അവർ പറയും നമുക്ക് ഈ അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് അബ്ദുൽ കലാം ആകാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രൊനൗൺസിയേഷൻ, ഡയലോഗ് പ്രൊനൗൺസിയേഷൻ ആൻഡ് അദ്ദേഹത്തിൻ്റെ ആക്ഷൻ മൂവ്മെൻറ്റ്സ് ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാണ് ലാസ്റ്റിൽ കയറിയത്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, ഡിഡ് യു സി APJ അബ്ദുൽ കലാം? I have seen 2 times, one from ശിവഗിരി, one from കോട്ടൺ സ്കൂൾ എന്ന് പറഞ്ഞു. ഓക്കെ. ഞാൻ പറഞ്ഞ എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. അഗ്നിച്ചിറകുകളൊക്കെ ഞാൻ വായിച്ചു. അദ്ദേഹത്തിനെ പോലെ ഒരു ഭയങ്കര സയൻറ്റിസ്റ്റ്, കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, എല്ലാവരോടും ക്ലോസ് ആയിട്ട് ഇടപെടുന്ന, ലോകമറിയുന്ന, ലോകരറിയുന്ന, ലോകം ബഹുമാനിക്കുന്ന ഒരു പ്രസിഡൻറ്റ് APJ അബ്ദുൽ കലാമാണെന്ന് ഞാൻ പറയും. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ക്യാൻ യു ഡു എനി ഡയലോഗ്സ് ഓഫ് അബ്ദുൽ കലാം? ഞാൻ പറഞ്ഞു, സാറേ അത് വിത്ത് മൂമെൻറ്റ്സിലാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾ അലവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് എന്ന് പറഞ്ഞു. അത് കാണിക്കാൻ പറഞ്ഞു. ഞാനത്
ആ മൂമെൻറ്റിൽ നടന്നിട്ട് അദ്ദേഹം ഒരു കൈ ഇങ്ങനെ വെച്ചാൽ അല്പം ചരിഞ്ഞെന്നേ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഫിലിമിൽ എന്നെ കൊണ്ട് പറയിച്ച ഒരു ഡയലോഗ് തന്നെ അദ്ദേഹം ഇങ്ങനെ വന്ന് എല്ലാ കുട്ടികളെയും നോക്കിയിട്ട് കൈ ഇങ്ങനെ ഓക്കെ ഓക്കെ താങ്ക് യു വെരി മച്ച് താങ്ക് യു ഗാഡ് ബ്ലസ് യു ആൾ മൈ ബിലവഡ് സ്റ്റുഡൻറ്റ്സ് യുവർ പേരൻസ് വിൽ ഷെഡ് tears of joy at your achievements. The person who is behind me tomorrow behind you. The news reporters will stand in front of you to hear your voice. So my children, my beautiful boys, don't worry, girls are so beautiful. My beloved children, you have to dream somewhere else. Then only you can reach the heights. Thank you very much. Thank you. God bless you all. അപ്പോൾ തന്നെ അവർ സെലക്ട് ചെയ്തു. യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞു. ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മുടെ മോഹൻലാൽ സാറിനും മമ്മൂട്ടി സാറിനും ഒക്കെ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും എനിക്ക് തന്നു. അക്കോമഡേഷൻ, ബൈസ്റ്റാൻഡർ, ഓരോ സീൻ കഴിയുന്നവരും കരവണിൽ കൊണ്ടിരുത്തും, റെഡിയാക്കി വിട്ട് അങ്ങനെ ഓരോ സീനിനും അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു. ഇന്ത്യൻ പ്രസിഡൻ്റ് ആയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ അപേക്ഷ ചെയ്യാൻ ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കിട്ടാനുള്ള കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന പബ്ലിക് ഫാമിലീസ് എന്നെ എൻ്റെ കൊച്ചു സീനാനും കണ്ട് എനിക്ക് തന്ന പ്രോത്സാഹനമാണ്. അതുകൊണ്ട് എൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് എൻ്റെ കാഴ്ചക്കാരാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി കുടുംബ അംഗങ്ങളാണ്. അവർക്ക് ഇത്തരണത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തുന്നു. അതുപോലെ എനിക്ക് തന്ന ഡയറക്ടേഴ്സ്, വേഷം തന്ന ഡയറക്ടേഴ്സ്, എന്നെ സ്നേഹിക്കുന്ന എക്സിക്യൂട്ടീവ്സ്, ഇവരൊക്കെയാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. അതുകൊണ്ട് എനിക്ക് ആ വേഷങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ചേട്ടാ പഴയ കാലത്ത് ഒരുപാട് സിനിമകൾ ചേട്ടൻ്റെ കണ്ടിട്ടുണ്ട്. പക്ഷേ ജനറേഷൻ മാറും തോറും ചേട്ടൻ്റെ സിനിമകൾ കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിൽ കാണാനില്ലാതെ ഒരവസ്ഥ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഇതെങ്ങനെയായിരുന്നു? ബിഗ് സ്ക്രീനിലും വരുന്നുണ്ട്, കാണാനെല്ലാം വരുന്നുണ്ട്. മിക്കവാറും ഈ സൂപ്പർ സ്റ്റാർസ് അഭിനയിച്ചിട്ടുള്ള ഇന്ന് ശരിക്കും ഓടിയിട്ടുള്ള എല്ലാ സിനിമകളിലും ഒരു സീനിലെങ്കിലും ഞെക്കാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഗമയ്ക്ക് പറയും, ഞാനിവിടെ അഭിനയിച്ചുകൊണ്ട് അപ്പോൾ എന്താ ഗംഭീരമായിട്ട് ഓടി. പക്ഷെ അതുകൊണ്ടൊന്നുമില്ല, നല്ല കഥയും നല്ല തിരക്കഥയും ഇതുപോലെയുള്ള വലിയ സ്റ്റാറുകളും ഒക്കെ അഭിനയിച്ചുകൊണ്ടാണ് ആ പടം ഓടിയെങ്കിലും ഞാൻ പറയും ആ പടങ്ങളെല്ലാത്തിലും എല്ലാം ഹിറ്റായിട്ടുണ്ട്. സത്യം, ഭയങ്കര ഹിറ്റായിട്ടുണ്ട് ആ പടങ്ങളെല്ലാം. അതെൻ്റെ ഒരു ഭാഗ്യമാണ് കേട്ടോ. ചേട്ടൻ നാടകത്തിലൂടെയാണ് ജീവിതം തുടങ്ങിയത്. അതിനുശേഷമാണ് സിനിമയിലേക്ക് പാരഡി എഴുതുന്നതും പാടുന്നതും ഒക്കെ. ആ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു? നാടകത്തിലൂടെയല്ല, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ നാടകങ്ങൾ എഴുതുമായിരുന്നു. അത് ഫ്ലാഷ്, വെളിച്ചം, റിയാക്ഷൻ, തരംഗം, ഈ നാടകങ്ങളൊക്കെ നമ്മുടെ കിളിമാനൂർ സ്കൂളിൽ, ആറ്റിങ്ങൽ കോളേജിൽ, വിവിധ കോളേജുകളിൽ ആ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ കാലഘട്ടത്തിന് അനുയോജ്യമായ അന്നത്തെ സിറ്റുവേഷനിലാണ് ഞാനത് എഴുതിക്കൊണ്ടത്. അതുകൊണ്ട് ഈ നാടകം ഇവിടെ സ്കൂളിൽ വെളിച്ചം അത് കളിച്ചോണ്ടേ കിളിമാനൂർ സ്കൂളുകാർ കണ്ട് ഇതെൻ്റെ ഇന്ന് വാങ്ങിച്ച് അവിടെ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്തു. അങ്ങനെ പല സ്കൂളുകളിലും പോയി ഇത് ഡയറക്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അവിടെ എല്ലാം നല്ല സമ്മാനങ്ങളും പ്രൈസുകളും, ഫസ്റ്റ് പ്രൈസും, ഹാസ്യ നടനും. ഞാൻ എഴുതുന്നതിൽ എല്ലാത്തിലും കോമഡി ഉണ്ടാവും കേട്ടോ. കോമഡിയിലാണ് ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോമഡി, ആസ്വദിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എവിടെ കണ്ടാലും ഞാൻ പോയി കേൾക്കും. കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആ നാടകങ്ങൾ എല്ലായിടത്തും കളിച്ച് ആ നാടകം കണ്ട പ്രൊഫഷണൽ തോപ്പ് ഗായത്രി രാജൻ എന്ന് പറയും, അദ്ദേഹം കണ്ടു. അപ്പോൾ എൻ്റെ ഒരു പ്രൊഫഷണൽ നാടകത്തെ അഭിനയിക്കാമെന്ന് ചോദിച്ചു. അഭിനയിക്കാമെന്ന് വിളിക്കണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് നടന്നത്. അവർ വിളിച്ചു, ഞാൻ പോയി അഭിനയിച്ചു. അതിൽ ഫ്രാൻസിസ് ടി മാവേലിക്കർ, ഇന്ന് ഏറ്റവും കൂടുതൽ നാടകം എഴുതുന്ന ഏറ്റവും വലിയ ഒരു എഴുത്തുകാരനാണ് ഫ്രാൻസിസ് ടി മാവേലിക്കര. അദ്ദേഹം നാടകം എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആദ്യ നാടകത്തിൽ കുന്നിക്കുരുവിൻ്റെ കറുത്ത മൃഗം എന്ന നാടകത്തിൽ ഇങ്ങനെ കുറ്റിമുടി മുട്ട അടിച്ചുകൊണ്ട് യേശു വരുന്നു എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഒരു വയ്ക്കാനുള്ള ഭാഗ്യമുണ്ട്. അതൊരു 10-400 സ്റ്റേജ് കളിച്ച് അവാർഡുകളും കിട്ടി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കർപ്പൂരദീപം, ഗാന്ധാരി തുടങ്ങിയ നാടകങ്ങളിൽ അശ്വതി തിയേറ്റേഴ്സിൻ്റെ ആറ്റിങ്ങൽ പത്മശ്രീയുടെ ഒരു നാടകം അങ്ങനെ കളിച്ച് ആറ്റിങ്ങൽ സൗമ്യസാര അതിലൊക്കെ അഭിനയിപ്പിച്ച് വന്നപ്പോഴാണ് ഷാജിയും എന്നെ കാണുന്നത്, എൻ്റെ വർക്ക്. അപ്പോൾ ഷാജിയും ഞാനുമായിട്ടൊരു ആത്മബന്ധമുണ്ട്. ഞാൻ ഈ കഥാപ്രസംഗമൊക്കെ പറയുമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യം അവതരിപ്പിക്കുന്ന കഥ ഇത് റാണിയാണ്, തിരുനെല്ലൂർ കരുണാകരൻ സാറിൻ്റെ
അപ്പോൾ ആ കഥാപ്രസംഗത്തിനൊന്ന് തബല വായിച്ചത് നമ്മുടെ ഈ ഷാജിയുമാണ്, അഭിമാനതറവ്. അതിന് ഹാർമോണിയം വായിച്ചത് ഇന്ന് റഹ്മാൻ സാറിൻ്റോടുകൂടി ഏറ്റവും വലിയ സംഗീതജ്ഞൻ അവിടെ കീബോർഡ് വായിക്കുന്ന മുരളിയാണ്, മദ്രാസിലുണ്ട്, നമ്മളിടയ്ക്കിടയ്ക്ക് വന്നു. അവരൊക്കെ എൻ്റെ കൂടെ അന്ന് വായിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ അഭിമാനത്തോടെ ഞാൻ പറയുകയാണ്. അപ്പോൾ അവരൊക്കെ വായിച്ച് ഞാൻ കഥാപ്രസംഗം ഒരുപാട് വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. സാംബശിവൻ സാറ് പറയുന്ന വേദിയുടെ ആദ്യ കഥാപ്രസംഗം എൻ്റേതായിട്ടും അവസാനം അവരുടെ കലാസംഘടനയിൽ അംഗമാകാൻ കഴിഞ്ഞു. ഇന്ന് വസന്തകുമാർ സാംബശിവൻ്റെ കല്യാണത്തിന് പോകാനത്ത്, അദ്ദേഹത്തിൻ്റെ ഉടൊപ്പം സഹകരിക്കാനത്ത്, അങ്ങനെ കലാരംഗത്ത് അങ്ങനെ കുറേ വേദികളുണ്ടാക്കി വന്നപ്പോൾ സീരിയലിൽ വിളിച്ച് ഷാജിയമ്മ വിളിച്ച്, അന്ന് ഷാജിയമ്മ സീരിയൽ ഡയറക്ടറായി സീരിയലിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തബല വായിച്ച ആ ഒരു സ്നേഹം എനിക്കുണ്ട്. പക്ഷേ ആ സെറ്റ് ചെല്ലുമ്പോൾ ഷാജി സാർ അത് ഒരു മാനേഴ്സാണ്. അവിടെ സൗഹൃദം പുറത്തും അവിടെ അദ്ദേഹം ഈസ് ദി ഡയറക്ടർ. ആ ഒബേനെസ് മാത്രമേ ഞാൻ വിളിക്കാറുള്ളൂ, കേൾക്കാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്തിനിടയ്ക്ക് സാർ വിളിക്കാൻ, യു ആർ ദി ഡയറക്ടർ, അത് വിട്ടേക്കുക, അത് നമുക്ക് പുറത്ത്. അങ്ങനെ അതിലഭിനയിച്ചു. അത് കണ്ടാണ് പിന്നെ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കണം എന്നൊരു മോഹം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ സേന സാറിൻ്റെ വീട്ടിൽ പോയി ചെന്ന് കണ്ടു. ശരി, കണ്ണൻ്റെ നമ്പർ കൊടുത്തിട്ട് പോകാൻ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അനുജൻ നമ്പർ കൊടുത്ത് ഒരു സ്വരം വിളി വന്ന് അതിനടുത്ത് കോട്ടയത്ത് വെച്ചാണ് ഷൂട്ടിങ്. കോട്ടയമല്ല, മറ്റൊരു സ്ഥലം. വേഷമൊന്നും പറഞ്ഞില്ല. അങ്ങനെ ആ സിനിമയിൽ ഈ വേഷം, നേരത്തെ പറഞ്ഞ വേഷത്തിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞ് പല ഡയറക്ടർ തുളസീദാസ് സാറ് വിളിച്ചു. പിന്നീട് അങ്ങനെ അങ്ങോട്ട് ജോണി ആൻ്റണി സാറ്, പ്രമുഖരായ എല്ലാ ഡയറക്ടേഴ്സിൻ്റെ കൂടെ ചെറുതെങ്കിലും അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇതിലെല്ലാത്തിനും ഉപരി ബോവാൾ അടൂർ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുക. അത് ജ്വാല എന്ന സീരിയൽ വാണിയൻ എന്ന് പറയുന്നൊരു കഥാപാത്രം പക്ക ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കവേ അദ്ദേഹം അത് കണ്ടിട്ടാണ് എന്നെ അതിലേക്ക് വിളിച്ചത്. അദ്ദേഹം വിളിച്ചപ്പോൾ പറഞ്ഞ് ഡയലോഗ്സ് ഒന്നും ഉണ്ടാവില്ല, എൻ്റെ പടമാണ്, വേണ്ട സാർ, സാറിൻ്റെ ആ പ്രസൻസിലൊന്ന് നിൽക്കാനൊരു ഭാഗ്യമുണ്ടായിരുന്നു. അങ്ങനെ ശരി, തമിഴ്നാട്ടിൽ വെച്ചായിരുന്നു. അതിൽ ഒടുവിൽ കണ്ടായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിക്കവാറും അല്ലേ, നിഴൽക്കുത്ത്. അതിൽ ആ പെണ്ണിനെ എടുത്തുകൊണ്ട് വരുന്ന ഒരു സീനുണ്ട്. കൊണ്ടുവന്ന് ഞാൻ ഉണ്ണികൃഷ്ണൻ സാറ് ഈ തൂക്കുകയറ് കെട്ടി അത് കരിച്ച് അവർക്ക് ഭസ്മയുടെയും അതിലൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ അത് അവിടെ ഒരു വിശ്വാസമാണ് അസുഖം മാറുമെന്ന്. അപ്പോൾ ഈ പെണ്ണിനെ ഛർദ്ദിച്ച് ഇങ്ങനെയൊക്കെ വന്ന് എടുത്തുകൊണ്ട് വന്ന് കിടത്തുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ്, നിങ്ങളുടെ നിസ്സഹായ അവസ്ഥ, എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് പാവമാണ്, ആ ഒരു നിസ്സഹായ അവസ്ഥ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ആദ്യം കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അതാണ് നിറകുടം തുളുമ്പൂല എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. അദ്ദേഹത്തിനോട് ഇത് ഗുഡ്, കൊള്ളാം. അപ്പോൾ എൻ്റെ ക്യാമറ ആരാണ്? മങ്കട, ലോകപ്രശസ്തനായ മങ്കട. നമ്മളെ അതാണ് ആദ്യത്തെ സിനിമ ചെയ്ത, കളർ സിനിമ ചെയ്ത മങ്കട. ആ ക്യാമറമാൻ്റെ കീഴിലും അഭിനയിക്കാനൊരു ഭാഗ്യം കിട്ടി. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ സീൻ ഓക്കെ, നമുക്കൊന്നുകൂടെ എടുത്താലോ ഞക്കാടെ? ഞാൻ പറഞ്ഞു, എടുക്കാം സാർ. ശരി, ഒന്നുകൂടെ കാണിക്കാൻ പറഞ്ഞു. അതിന് വിളിച്ച് മോണിറ്റർ കാണിച്ചു, വിച്ച് വൺ ഈസ് ബെറ്റർ, ഇതാണ്, അത് തന്നെ, അതാണ് അദ്ദേഹം. അല്ല ചില ഡയറക്ടേഴ്സ് എല്ലാവരും ഞാൻ പറയുന്നത്, എന്തായി കാണിക്കുന്നത്, ഇങ്ങനെയാണോ എനിക്കുന്നത്? അങ്ങനെ പറയുമ്പോൾ ഏത് ആർട്ടിസ്റ്റായാലും, ചെറിയ ആർട്ടിസ്റ്റായാലും വലിയ ആർട്ടിസ്റ്റായാലും ഒരു പെർമിഷൻ അവർക്കുണ്ടാവും, പിന്നെ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. അദ്ദേഹം പറഞ്ഞത് ആദ്യം ചെയ്ത് ബെറ്റർ, നമുക്കൊന്നുകൂടെ നോക്കാം, ട്രൈ ഒന്നുകൂടെ ചെയ്യുമ്പോൾ നമുക്കിപ്പം മനസ്സിനൊരു കോൺഫിഡൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യിച്ചു കൊടുക്കും സാർ. അതെല്ലാ ഡയറക്ടേഴ്സും അങ്ങനെ ചെയ്യണം എന്ന ആഗ്രഹമാണ്. ഞാൻ 4-5 ടെലിഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒത്തിരി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ദൂരദർശനൊക്കെ തുടങ്ങിയ കാലത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ശിങ്കാരൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഈ ഷോർട്ട് ഫിലിംസ് ഉണ്ട്. അതായത് ക്രിസ്മസിനൊരു സ്പെഷ്യൽ പ്രോഗ്രാം, ദീപാവലിക്കൊരു സ്പെഷ്യൽ പ്രോഗ്രാം. ഇപ്പോഴാണ് അത് നിർത്തിയത്, പിന്നെയാണ് ടെലിഫിലിം ആയത്. അങ്ങനെ അന്നൊക്കെ അത് ചെയ്ത കൂട്ടത്തിൽ ഞാനും ചെയ്തിട്ടുണ്ട്. അതിന് അപ്പം ഞാൻ അന്ന് നമ്മളെ വലിയൊരു ആർട്ടിസ്റ്റ് അവാർഡ് വാങ്ങിച്ച സ്റ്റെല്ല ചേച്ചിയാണെന്ന് തോന്നുന്നു. അപ്പോൾ കോളേജിലെ പിള്ളേരൊക്കെ വർക്കല വെച്ചാണ് ഷൂട്ടിങ്. വന്നിട്ട് സാറേ എനിക്കൊരു ഒന്ന് മുഖം കാണിക്കാൻ അവസരം. അപ്പം ഞാനന്ന് ആഗ്രഹിച്ചത് എൻ്റെ മനസ്സിൽ കണ്ട്, ശരി ഞാൻ പറഞ്ഞു ഈ സീൻ എടുക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ ഇരിക്കുകയാണ് വിഷമിച്ച്, ഭർത്താവ് അസുഖമായിട്ട് കിടക്കുന്ന സീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, മോനൊരു സീൻ തരാം. ആഗ്രഹിച്ചൊന്ന് ചോദിച്ചല്ലേ, ഈ സൈക്കിളിൽ ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ ചേച്ചി എടുത്തോണ്ട്, ചേച്ചി വേണം മോനെ കാര്യം വാടാ, ഒരു വിണ്ട വന്നാണ്. അപ്പോൾ മോൻ ചോദിക്കണം, എങ്ങനെയുണ്ട് അപ്പാപ്പനിപ്പോൾ, എങ്ങനെയുണ്ട്, സുഖമാണോ? അങ്ങനെ വന്ന് അപ്പോൾ അപ്പോഴേ നമുക്ക് എഴുത്തുകാർക്ക് ഈ പലരും പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നമുക്കൊരാളിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും എഴുത്തുകാർക്ക്. അപ്പോൾ ഞാൻ അതിന് സന്ദർഭം ഉണ്ടാക്കി. ഇപ്പം സൈക്കിളിൽ വന്ന് കയറി അവൻ ചോദിച്ചു, ചേച്ചി മാമനിപ്പോൾ എങ്ങനെയുണ്ട്?
വയ്യ മക്കളെ, അവൻ കിടപ്പിലാണ്, അമ്മാവൻ കിടപ്പിലാണടാ, നീയെങ്കിലും അന്വേഷിച്ച് വന്നല്ലോ, സന്തോഷമുണ്ടോ, കിളക്കണമെങ്കിൽ അകത്തോട്ട് പോയിക്കാണ്. അവൻ അകത്തേക്ക് വിടും. അകത്തേക്കിട്ട് തിരിച്ചിറങ്ങി വന്ന് കണ്ടു, മാമനെ കണ്ട്, ഞാൻ ഇനിയും വരാം, അപ്പോൾ അത്യാവശ്യമായിട്ട് എനിക്കൊരു സ്ഥലത്ത് പോകണം. മോൻ പോയിട്ടാ, മക്കൾ കയറിയല്ലോ, ചേച്ചി അതിനകത്ത് നിന്ന് കയറിയല്ലോ എന്ന് പോയി. അപ്പോൾ അവൻ്റെ ഒരു ക്ലോസ്, ഒരു മിഡ്, ഒരു വൈഡ്, ഇത്രയും എടുത്ത് അവൻ ഹാപ്പിയായി. ഇപ്പോഴും എന്നെ വിളിക്കുമ്പോൾ പയ്യൻ. അപ്പോൾ വലിയ എഞ്ചിനീയറാണ്. സാറൊന്ന് തന്ന വേഷം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. ചിലരെയൊക്കെ വിളിക്കുമ്പോൾ പറയും നിങ്ങൾക്ക് പറ്റിയ വേഷമില്ല. അങ്ങനെ പറഞ്ഞ ഒരു ഡയറക്ടറോട് ഞാൻ ചോദിച്ചു, സ്നേഹമുള്ളതുകൊണ്ടാണ് ചോദിച്ചത്, ക്ഷമിക്കണം സാർ, ഞാൻ ഇനി വിളിക്കില്ല സാറിനെ. ഞാൻ വിളിക്കും, ഇപ്പോഴും വിളിക്കും, അഭിമാനത്തോടെ പറയുന്നു ഡയറക്ടേഴ്സിനെയും വിളിക്കുമെന്ന്. ഞാൻ ചോദിച്ചു സാർ ക്ഷമിക്കണം സാർ, ഞാൻ എൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു ഞെക്കാടിന് പറ്റിയ വേഷം ഇതിലില്ല. അപ്പം ഞാൻ അഭിമാനത്തോടെ ഞാൻ ചോദിച്ചു, സന്തോഷത്തോടെ. ചോദിക്കാവുന്നതുകൊണ്ടാണ് ചോദിച്ചത്, അല്ലെങ്കിൽ ഒരു ഗെറ്റ് ഔട്ട് അടിക്കും. സാറേ, സാറ് ചെയ്യുന്ന പടം പട്ടാളക്കാരുടെ പടമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പട്ടാളക്കാരാകുമ്പോൾ ഇത്ര തടി, പൊക്കം, വണ്ണം ഇതൊക്കെ വേണമല്ലോ. വെറുതെ ചോദിച്ചതാണ്. ഞെക്കാടത് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ, സൈഡിൽ കൂടെ വെച്ചതന്നെ ആക്ച്വലി തന്നെ. അങ്ങനെ അതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ സീരിയലിലൊക്കെ എന്നെ വിളിക്കാനും അഭിനയിക്കാനും ഉള്ള ഭാഗ്യം എനിക്ക് കിട്ടി. സാറിന് ശരിക്കും അത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. സാറ് ഒരു സമയത്ത് ചാൻസ് ചോദിച്ചു, ഞാൻ അതുകൊണ്ടാണ് ആ പയ്യന് വേഷം കൊടുത്തത്. ഞാനും വേഷം ചോദിച്ച് നടന്നിട്ടുണ്ട്. ഞാൻ വേഷം ചോദിച്ച് പോയ, ആട്ടോ വിളിച്ച് പോയ ആട്ടോ കൂലിയും കാറ് പിടിച്ച് പോയതും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഫുൾ സീരിയസ് എനിക്ക് ചെയ്യാവുന്ന പൈസ ഞാൻ ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്ന് ഇതൊക്കെ വേഷം തരായിരുന്നപ്പോൾ എൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. പലരും വേഷം ചോദിച്ച് ചെന്നപ്പോൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ അഭിനയിക്കാത്ത കുറവുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ നിരാശനായില്ല. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വിവാഹം സ്വർഗത്തിൽ എന്ന് പറയുന്ന സ്ഥലം നിങ്ങളെയൊന്നും കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല നിങ്ങളുടെ രക്ഷാകർത്താക്കൾ. ആ കാലഘട്ടത്തിൽ ശിവഗിരി എസ് എൻ കോളേജിൽ ഷൂട്ടിങ് നടക്കുകയാണ്. അപ്പോൾ ഇവർക്കൊക്കെ കത്തയക്കുമായിരുന്നു അന്ന്. അന്ന് കൊടിയേറ്റം ഗോപി സാറിന്, പ്രേം നസീറിന്, പിന്നീട് നമ്മളെ വേറെ നെടുമുടി വേണു സാറിന് ഒക്കെ അദ്ദേഹത്തിനോടൊപ്പം പിന്നെ അഭിനയിക്കാൻ ഭാഗ്യം എനിക്കുണ്ടായി വയലാർ മാധവൻകുട്ടി സാറിൻ്റെ സിനിമയിൽ, സീരിയലിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ കത്തയക്കും. അതിൽ പ്രേം നസീർ സാർ മാത്രം എനിക്ക് മറുപടി തന്നു. അദ്ദേഹം തന്ന മറുപടി, നിങ്ങളുടെ കത്ത് വായിച്ചുള്ള ഒരു ആർട്ടിസ്റ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ ആരും വേഷം തരികയില്ല, പോയി അന്വേഷിക്കുക, വേഷം അപ്പോൾ ചോദിച്ച് ചെല്ലുക. പലരും ചിലപ്പോൾ നിങ്ങളെ റിജക്റ്റ് ചെയ്യും, തരില്ല. ചിലപ്പോൾ ഒരു ദിവസം ഒരാൾ നിങ്ങൾ അംഗീകരിക്കും. അവിടെ നിന്നായിരിക്കും നിങ്ങളുടെ തുടക്കം. അതുകൊണ്ട് പോകുന്ന വഴിയിൽ കല്ലും മുള്ളും ഒക്കെ ഉണ്ടാകും. മുള്ളു കൊണ്ട് വരുമ്പോൾ നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു പോകരുത്, നിങ്ങൾ പോകണം, മുന്നോട്ട് പോകണം. അങ്ങനെ ചോദിച്ച് പോയാണ് ഒരു സ്ഥലത്ത് എന്നെ അക്സെപ്റ്റ് ചെയ്തു ചെറിയൊരു വേഷം. അവിടെ നിന്ന് തുടങ്ങിയാണ്. ഇപ്പോഴും ഞാനൊന്നുമല്ല, വിലോസീറയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അഭിനയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ, പറഞ്ഞു മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെ വന്നാണ് ഇതുവരെ എത്താനുള്ള ഭാഗ്യം ഉണ്ടായത്. ഇത് ഈ വരുന്ന യങ് ജനറേഷന് ഒരു സന്ദേശം കൂടിയാണ്. നമ്മൾ ഒരു വേഷം ചോദിച്ചു കൊല്ലുമ്പോൾ, പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ ആദ്യം ചോദിക്കുന്നു, ചേട്ടാ എനിക്കൊരു നല്ല വേഷം തരണേ എന്നാണ് പറയുന്നത്. ഡയലോഗുള്ള വേഷം വേണം, അല്ലെങ്കിൽ ശരിക്ക് എക്സ്പോസ് ചെയ്യുന്ന വേഷമായിരിക്കണേ ഏട്ടാ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമുക്കൊരു വേഷം ചോദിക്കുക, ആദ്യം കയറി പറ്റാൻ ശ്രമിക്കുക. അതിൽ ഡയലോഗ്സ് അതിൻ്റെ പ്രശ്നമൊന്നും നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല, അപ്പം നമുക്ക് കിട്ടും, ഓട്ടോമാറ്റിക് അത് വരും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. പാട് അത് നിലനിൽപ്പെന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ്, നമ്മുടെ വാക്കും പ്രവൃത്തിയും സാമർഥ്യവും കൊണ്ടാണ് നമുക്ക് നിലനിൽക്കാൻ കഴിയുന്നത്. അല്ല നമുക്ക് കയറി ഉടനെ സൂപ്പർ വേഷം വേണം, എനിക്കത് വേണം. ഞാൻ കേട്ടിട്ടുണ്ട് മേക്കപ്പ് റൂമിനകത്ത് വേലക്കാരനായിട്ട് വേഷം ചെയ്യാൻ വന്ന് അപ്പോൾ ഇതിനെ കുറ്റപ്പെടുത്തല്ലേ, അദ്ദേഹം ആഗ്രഹമാണ്, സാറേ എന്നെ ഒന്ന് പൊട്ടപ്പോൾ നന്നായിട്ട് മേക്കപ്പ് ചെയ്യും, വേലക്കാരൻ എന്തിനാ അങ്ങനെ മേക്കപ്പ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു മറ്റേ പല വേഷം ഈ ഇങ്ങനെയൊക്കെയുള്ള വേഷങ്ങളെയും മേക്കപ്പ് ഒന്നും വേണ്ട, ഇത് തന്നെ എൻ്റെ വേഷം. ഒന്നിൽ ഞാൻ ഒരു സ്ത്രീവേഷം ചെയ്തിട്ടുണ്ട്, സൈനസാറിൻ്റെ ഇവിടെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അയ്യോ ഭയങ്കര, ഞാൻ അത് തന്നെ അങ്ങ് ചെല്ലാൻ പറഞ്ഞു. അത് ആ പടത്തിൻ്റെ പേര് പിന്നെ എനിക്ക് വിട്ടുപോയി, സൈനസാറിൻ്റെ പടമാണെന്ന് തോന്നുന്നു. ചെന്നപ്പോൾ എൻ്റെ മേക്കപ്പ് എന്നെ അകത്ത് കുറിച്ചുകൊണ്ടേ മീശ ഒന്ന് എടുക്കണമല്ലോ, അല്ല പോണത് മീശ ഒന്ന് എടുക്കണമല്ലോ. അപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്ത് വേഷം അതിന് ചെയ്യുമല്ലോ, ചെയ്യാം സാറെന്ന് പറഞ്ഞു. മീശ എന്നറിഞ്ഞല്ലേ ഇത് മീശ എന്ന് പറയുന്നത് ഒരുപാട് മീശയൊക്കെ ഉടന്ന് കളഞ്ഞ് അതിനെടുത്ത് കളയരുതെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പുറത്ത് തന്നെ അവർ മേക്കപ്പ് പോകുമ്പോൾ മീശയൊക്കെ എടുത്ത് കളഞ്ഞു. അവസാനം എന്നെ അങ്ങ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞ് ആ പാൻ്റല്ല ഒരു അടിപ്പാവാട ഒന്ന് കൊടുക്കാൻ, അടിപ്പാവാട കൊടുക്കാനും. ഉടനെ അതിൻ്റെ മെയിൻ ആൾ വിളിച്ചുകൊണ്ട് വന്ന് എനിക്ക് 2 ചെസ്റ്റ് ഫിറ്റ് ചെയ്ത് തന്നു, ഒരു ബ്ലൗസ് ഇടാൻ പറഞ്ഞു, ഇട്ട് പാട്ട്. അപ്പോൾ ജയറാം ജഗതിയും കൂടെ സഹോദരിയെ അന്വേഷിച്ച് നടക്കുന്ന ഒരു സിനിമയാണ്. ആ പേര് ഞാനങ്ങ് വിട്ടുപോയി, എനിക്ക് മെമ്മറി പവർ കൂടുതലായതുകൊണ്ട് പെട്ടെന്നെല്ലാം മറന്നു.
അങ്ങനെ അതിന് കഴിഞ്ഞ് സൈക്കിൾ അടിഞ്ഞ സ്ഥലത്ത് ഒരു സഹോദരി അന്വേഷിച്ച് നടന്നു പോകണം. അപ്പോൾ ഡാൻസ് ഉഗ്രൻ ഡാൻസ് നടക്കണം, ഞാനും വരലാണ് കൂടെ. അപ്പോൾ ജഗതിയും ജയറാം കൂടെ അതിനകത്ത് വന്ന് കയറിയിട്ട് ജഗതി ഇങ്ങനെ നോക്കിയിട്ട് എടാ ഇത് അവളല്ലടാ എന്ന് പറഞ്ഞു ഓടിക്കും. അപ്പോൾ ഇയാൾ വന്ന് എൻ്റെ മുടിക്ക് പിടിച്ച് ആരെയും ജയറാം മുടിക്ക് പിടിച്ചപ്പോൾ മുടി ഉരി വീണു. എടാ വിട്ടോ എന്ന് പറഞ്ഞു. നില്ലടാ അവിടെ തിരട്ട പയലേ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ ഓടി പോയപ്പോൾ അടിപാടി അഴിഞ്ഞു വീണ്. നല്ല സീനാണ് അങ്ങനെ ഒരു വേഷം ചെയ്യാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അവിടെ നിന്ന് തുടങ്ങിയ ജീവിതമാണ് എൻ്റെ കലാജീവിതം. പിന്നെ എല്ലാത്തിനും ഉപരി എൻ്റെ അച്ഛൻ ഈ ഒരു കാക്കാരിശ് നാടകത്തിൻ്റെ ആശാനായിരുന്നു. കാക്കാരിശ് ഞങ്ങളൊന്നും കണ്ടു കാണൂല അദ്ദേഹത്തിന്. അപ്പം മാതൃഭൂമിയിൽ വായിച്ചാണ് ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിന് പട്ടും വളയൊക്കെ കിട്ടിയിട്ടുണ്ട് മഹാരാജാവിൽ നിന്ന്. അങ്ങനെ പടമൊക്കെ ഉണ്ട്. അച്ഛൻ തന്ന പ്രോത്സാഹനം ആണ് എനിക്ക് ഇതിലേക്കൊക്കെ വരാൻ യെസ് തീർച്ചയായിട്ടും. അത് നമുക്ക് ഞാൻ ഇവിടെ ഈ പ്രസംഗം ഒരുപാട് പ്രസംഗിക്കുമ്പോൾ സ്കൂളുകളിലും മറ്റുമൊക്കെ അവിടെ ഞാൻ ആദ്യം കയറിയ പറയുന്നത് എനിക്ക് ജന്മം തന്ന എൻ്റെ മാതാപിതാക്കൾക്കും എന്നെ ആദ്യാക്ഷരം പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥന്മാർക്കും ഞാൻ ആത്മാർത്ഥമായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങുന്നത്. ഇത് പലരും വേദിയിൽ പറയാറില്ല. നമ്മൾ ആലോചിച്ച് നോക്ക്, അധ്യാക്ഷരം ഹരിശ്രീ പഠിച്ചിട്ടല്ലേ നമ്മൾ മേലോട്ട് നാമിനെ ഇവിടെ എത്തി. ഇവരെല്ലാവരും ഇവിടെ എത്തി, ക്രൂ മുഴുവൻ ഇവിടെ വരെ എത്തിയത്. IAS കാരുണ്ടായി, IPS കാരുണ്ടായി, പ്രധാനമന്ത്രി ഉണ്ടായി, ഒക്കെ അധ്യാക്ഷരത്തിൽ നിന്നാണ് തുടങ്ങിയത് അല്ലേ? അതെ. ജന്മം തന്നില്ലായിരുന്നെങ്കിൽ അച്ഛനും അമ്മയും നമുക്കിവിടെ ഇരിക്കാൻ പറ്റുമായിരുന്നോ? പറ്റില്ല. അപ്പം നമ്മൾ അവരെ സ്മരിക്കണം. ജന്മം തന്ന മാതാപിതാക്കൾ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബാക്ക് ബോൺ ഓഫ് അസ്. അത് മറക്കരുത്. അച്ഛനെയും അമ്മയും മറന്നുകൊണ്ടൊരു പ്രവൃത്തി ആകരുത്. എപ്പോഴും അവരെ നമ്മൾ ഓർക്കുക, എന്നും ചിന്തിക്കുക. മനസ്സിലായില്ലേ? ജീവിതത്തിന് ഒരർത്ഥമുണ്ടാക്കി തരുന്നത് അവരാണ്. നമ്മളെ വളർത്തി വലുതാക്കി ഇഷ്ടപ്പെടുന്ന ആഹാരം ഉണ്ടാക്കി തന്ന് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ വാങ്ങിത്തന്ന് നമ്മുടെ എല്ലാം സഹിക്കുന്നത് അച്ഛനും അമ്മയാണ് അല്ലേ? അവിടെ നമ്മൾ നാടകം അഭിനയിച്ച് കളി അഭിനയിച്ചിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. അതൊക്കെ നമ്മുടെ അഭിനയങ്ങളായിരുന്നു. ബിസ്ക്കറ്റ് തന്നില്ലെങ്കിൽ കരയും, അത് അഭിനയമായിരുന്നു. നമ്മൾ ഫുഡ് തരുമ്പോൾ നമ്മൾ കരയും, അല്ലെങ്കിൽ വയറ് വീർക്കുമ്പോൾ നമ്മൾ പൊട്ടിക്കരും, അതൊക്കെ അഭിനയിക്കുക. അങ്ങനെ ആദ്യ അഭിനയം പഠിച്ചത് നമ്മുടെ വീട്ടിൽ നിന്നാണ്, അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത്. അത് അവിടെ നിന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നെവർ ഫർഗെറ്റ് അവർ പേരൻസ്. അവരാണ് ജീവിതത്തിൽ. നമുക്ക് ലോകത്തൊരു സത്യമുണ്ടെങ്കിൽ അത് അമ്മയാണ്. അമ്മയെന്ന് എടുത്തു പറയാൻ കാരണം പ്രസവവാർഡിൽ പ്രസവിച്ച് കഴിയുമ്പോൾ അച്ഛൻ വെളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കുഞ്ഞിനെ കാണാൻ. നഴ്സ് കൊണ്ടുവന്ന് അതാ നിങ്ങളുടെ മോള്, അല്ലെങ്കിൽ അമ്മ കൊണ്ടുവന്ന് കാണിക്കും. അമ്മ ചൂണ്ടിക്കാണിച്ചു തരുന്ന ആളെയാണ് നമ്മൾ അച്ഛാ എന്ന് വിളിക്കുന്നത്. ഓൺലി മദർ നോസ് ഹൂ ഈസ് ദി ഫാദർ ഓഫ് ദാറ്റ് ചൈൽഡ്. അതുകൊണ്ട് അച്ഛനാണ് അല്ല, അങ്ങനെ ആയിരിക്കണമെന്നില്ല. അച്ഛനും അമ്മയുമാണ് നമ്മുടെ കാണപ്പെട്ട ദൈവം. അവരെ നെവർ ഫർഗെറ്റ് എല്ലാവരും. ഇതിൻ്റെ ഒരു ഉപദേശമാണ്, എളിയ ഉപദേശം. ഇനി ചോദിക്കും. ശരിക്കും ചേട്ടൻ്റെ ഈ സ്മരണ തന്നെ എനിക്ക് ചേട്ടൻ ഇതുവരെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിച്ചെന്ന് തോന്നുന്നു. അവരെ സ്മരിക്കാത്ത ഒരു കാര്യം എനിക്കില്ല. രണ്ടുപേരും മരിച്ചുപോയി, അച്ഛനും അമ്മയില്ല. അതിനുശേഷം ഇന്നുവരെ എനിക്ക് ഓണം ഉണ്ടായിട്ടില്ല. നമ്മുടെ ആ ഒരു തിരുവോണമൊക്കെ ഉണ്ടല്ലോ, അവരുണ്ടായിരുന്നപ്പോൾ എനിക്ക് ഓണം, ഭരണി, പുതിയ ഡ്രസ്സ് എടുത്ത് തരിക, അതിട്ടുകൊണ്ട് എല്ലാ കുട്ടികളെയും കാണിക്കാൻ കൊണ്ട് നടക്കുക, അതിലൊക്കെ സാമ്പാർ പറ്റിക്കുക, സദ്യ വറ്റിക്കുമ്പോൾ അന്നാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ ആഹാരം സദ്യ ഉണ്ടാക്കുന്നത്. ഒരു ഓണം വരണം, പുതിയൊരു ഡ്രസ്സ് കിട്ടണമെങ്കിൽ. അങ്ങനെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ കഴിഞ്ഞു വന്ന പാതകൾ ഒരിക്കലും നമ്മൾ മറക്കരുത്. നമ്മൾ ആരായാലും, ഒരു പക്ഷേ പ്രധാനമന്ത്രി ആവട്ടെ, MLA ആവട്ടെ, MP ആവട്ടെ, നമ്മൾ കടന്നു വന്ന വഴികൾ നമ്മൾ എന്നും ഓർക്കണം. അതിൻ്റെ ഒരു ഉപദേശമാണ്. ചേട്ടൻ്റെ കണ്ണ് നിറയുന്നത് കണ്ടാൽ അറിയാം അവരെത്രത്തോളം ഇപ്പം മിസ് ചെയ്യുന്നുണ്ടെന്നും അവരുടെ കൂടെ സമയം ചെലവഴിച്ച ഒരു ദിവസങ്ങൾ എങ്ങനെയായിരുന്നു എന്നും. അതുകൊണ്ട് തന്നെ ചേട്ടൻ ഇത്രയും ഒരു ഇതിൽ നിൽക്കുന്നതും. സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമല്ല. ചേട്ടനെ ആരാധിക്കുന്ന ഒരുപാട് പേര് ചുറ്റുമുണ്ട്. ഇന്നും മലയാള സിനിമ ചേട്ടൻ അത്രയും ആരാധിക്കുന്നു. അവരെപ്പോഴും കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കുക.